ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ, ഓർമ്മകൾ, ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഓരോ കഥയും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട പേജുകളാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അധ്യായം 9. പണത്തിനായി ആത്മാവ് വിറ്റ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കഥ. ജോസ്, തൃശൂർ ശാഖയിലെ ബാങ്ക് ഉദ്യോഗസ്ഥൻ. സാധാരണ ജീവിതം. ഭാര്യ മേരിക്കും മകൻ അനൂപും മകൾ ദിയയും. ജോസിന് ഒരു ചെറിയ സൈഡ് ബിസിനസ് ഉണ്ട്. വീട്ടുപകരണങ്ങളുടെയും ബിൽഡിംഗ് മെറ്റീരിയലിന്റെയും കച്ചവടം. ഒരു ദിവസം ജോസിന്റെ ബിസിനസ്സിന് തകർച്ച സംഭവിച്ചു. പണം പോയി. ജോസ് കടം കയ്യേറി. കുടുംബം പ്രതീക്ഷയോടെ അവനെ നോക്കി. തൃശൂരിലെ മങ്ങുന്നൊരു വൈകുന്നേരം. മഴ പെയ്യാനുള്ള സൂചന പോലെ ആകാശം മങ്ങിയിരുന്നു. ജോസിന്റെ മനസ്സും അതുപോലെ തന്നെ മങ്ങിയതായിരുന്നു. അവന്റെ വീട്ടിന് മുന്നിൽ ഒരു വെളുത്ത കാർ നിൽക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ ഒരു കുത്ത്. വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അവിടെ 3 പേർ ഇരിക്കുന്നു. കടം വാങ്ങിയവർ. ജോസേ, നിനക്ക് ഞങ്ങളുടെ പണം കൊടുക്കേണ്ടത് ഓർമ്മയില്ലേ? 2 മാസമായി. നിന്റെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു. ജോസിന് ഒന്നും പറയാനായില്ല. മേരി അടുക്കളയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകളിൽ ഭയം. അവന്റെ 2 കുട്ടികൾ അനൂപും അനന്യയും ഒളിച്ചുകൊണ്ട് മുറിയിൽ കയറി. മനസ്സിൽ ജോസ് വിചാരിച്ചു, ഞാൻ മാന്യനായ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇവരൊക്കെ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറയുന്ന സ്ഥിതിയാണോ? ആ 3 പേർ പോയതിനു ശേഷം വീട്ടിൽ നിശബ്ദത. ജോസ് ചായയുടെ കപ്പെടുത്തു. പക്ഷേ കുടിക്കാൻ കഴിഞ്ഞില്ല. മേരി ശാന്തമായി ചോദിച്ചു, അവർക്ക് പണം കൊടുക്കാനാകുമോ? ജോസ് പറഞ്ഞു, അവർക്ക് പണം കൊടുക്കും, എങ്ങനെയെങ്കിലും. രാത്രി 11-നും 12-നും ഇടയിൽ ജോസ് ഉറങ്ങാതെ എഴുന്നേറ്റു. മേശപ്പുറത്ത് ബാങ്ക് പാസ്ബുക്കുകൾ, ചില പഴയ കത്തുകൾ, അക്കൗണ്ടിംഗ് ഫയലുകൾ. അവന്റെ മുൻപിൽ കിടക്കുന്ന കണക്കുകളെല്ലാം ജീവിച്ചിരിക്കുന്നവ പോലെയാണ്. ഓരോ എണ്ണം അവനെ നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിനക്കിത് ചെയ്യാൻ ധൈര്യമുണ്ടോ? അവന്റെ തലയിൽ ഓർമ്മയായി ഭ്രാന്ത് പോലെ മുഴങ്ങുന്ന ശബ്ദം. ഞാൻ തിരികെ ഇടും. താൽക്കാലികം മാത്രമേ ആയുള്ളൂ ആ വാക്ക്. താൽക്കാലികം. ആ വാക്ക് തന്നെയാണ് അവന്റെ ജീവിതം നശിപ്പിക്കാൻ പോകുന്നത്. ബാങ്കിൽ അവൻ 25 വർഷം ജോലി ചെയ്തു. തികഞ്ഞ വിശ്വാസം. ഒരു പിഴവുമില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ ചില രഹസ്യങ്ങൾ അറിയാമായിരുന്നു. കണക്കുകൾ എങ്ങനെ കളിക്കാം, രേഖകൾ എങ്ങനെ ബാലൻസായി കാണിക്കാം. അവൻ അതിനെ നൂൽ പോലെ സൂക്ഷ്മമായ കലയാണ് എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതേ കലയെ അവൻ കുറ്റത്തിനായി ഉപയോഗിക്കുകയാണ്. അവൻ ലാപ്ടോപ്പ് തുറന്നു. ബാങ്ക് സെർവർ ലോഗിൻ. കയ്യിൽ വിയർപ്പ്. ഓരോ ബട്ടണും അമർത്തുമ്പോൾ ഹൃദയമിടിപ്പ് ഇരട്ടിയായി. പുറത്ത് മഴ ആരംഭിച്ചു. വീട്ടിലെ ഘടികാരത്തിന്റെ ടിക് ടിക് ശബ്ദം മാത്രമേ കേൾക്കൂ. ലോഗിൻ വിജയിച്ചു. അവന്റെ മുമ്പിൽ സ്ക്രീനിൽ നിറഞ്ഞത് അക്കൗണ്ടുകളുടെ ലിസ്റ്റ്. ചില സ്ലീപ്പിംഗ് അക്കൗണ്ടുകൾ, വർഷങ്ങളായി പ്രവർത്തനരഹിതം. ആ അക്കൗണ്ടുകളിൽ നിന്ന് ചെറിയ തുകകൾ മാറി അവന്റെ ബിസിനസ് അക്കൗണ്ടിലേക്ക്. ഓരോ ട്രാൻസ്ഫറും ചെയ്തപ്പോൾ അവന്റെ മനസ്സിൽ ഒരു വാക്ക് മുഴങ്ങി. ഞാൻ തിരികെ ഇടും. ഞാൻ തിരികെ ഇടും. പക്ഷെ മനസ്സിന്റെ ഒരു കോണിൽ നിന്നു മറ്റൊരു ശബ്ദം ചിരിച്ചു. ജോസേ, നീ തിരികെ ഇടാൻ കഴിയില്ല. നീ ഇനി പണം കടമെടുക്കുന്നയാളല്ല. നീ ഇപ്പോൾ കള്ളനാണ്. അവൻ ആ ശബ്ദം അവഗണിച്ചു. മഴ കൂടുതൽ ശക്തമായി. അവൻ ഫയൽ ക്ലോസ് ചെയ്ത് ലാപ്ടോപ്പ് അടച്ചു. ഹൃദയം അടിത്തട്ടിൽ നിന്നും പൊട്ടിവരുമെന്ന തോന്നൽ. അവൻ എഴുന്നേറ്റ് വീട്ടിലെ കുട്ടികളുടെ മുറിയിലേക്ക് നോക്കി. അവരുടെ ഉറക്കം അവന്റെ കുറ്റബോധത്തിന്റെ നിശബ്ദ സാക്ഷ്യം. ഇവർക്കായി തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അവർക്ക് ഈ അവസ്ഥ കാണേണ്ടതില്ല. അതെ, അവൻ തന്റെ കുറ്റത്തിന് ഒരു ന്യായം കണ്ടെടുത്തു. മനസ്സിലൊരു ശാന്തത പോലെ തോന്നി. പക്ഷെ അതൊരു ശാന്തതയല്ല. അതായിരുന്നു പിഴവിന്റെ ആദ്യം ലഭിക്കുന്ന മയക്കം. വീട്ടിൽ മേരി ചിരിച്ചു. കുട്ടികൾ സ്കൂളിലേക്ക് പോയി. ജോസ് പതിവ് പോലെ ബാങ്കിലെത്തി. തിളങ്ങുന്ന വെളുത്ത ഷർട്ട്, മുഖത്ത് ആത്മവിശ്വാസം. അവന്റെ സഹപ്രവർത്തകർ സർ എന്ന് വിളിച്ചു. എല്ലാം സാധാരണ പോലെ തോന്നിയെങ്കിലും മനസ്സിൽ തീ കത്തിയിരുന്നു. ആ പണം ഇനി അവൻ തിരിച്ചിടില്ലെന്ന് അവൻ അറിയുന്നു. അവന്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അവസാനിച്ചിരിക്കുന്നു. പക്ഷെ അതിനൊപ്പം അവന്റെ ആത്മസമാധാനം മരിച്ചിരുന്നു. അവൻ അന്ന് തിരിച്ചറിഞ്ഞില്ല. ആ രാത്രി ബാങ്ക് കമ്പ്യൂട്ടറിന് മുന്നിൽ ചെയ്ത ചെറിയ പിഴവ് തന്നെയാണ് മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ തലവനാക്കാനും തന്റെ കുടുംബത്തെ നശിപ്പിക്കാനും കാരണമാകുമെന്ന്. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു, ഇന്നലെ അവർക്ക് പണം കൊടുത്തോ? അതെ, ജോസ് ചിരിച്ചു. നാളെ മുതൽ എല്ലാം നേരെയാകും. അവളുടെ കണ്ണുകളിൽ വിശ്വാസം. അവൻ ആ വിശ്വാസം കാണുമ്പോൾ തന്നെ മനസ്സിൽ കുത്തേറ്റു. അവൾ കാണുന്ന മനുഷ്യൻ സത്യസന്ധനായ ജോസ് ആണെന്ന് അവൾ കരുതുന്നു. പക്ഷെ അതേ മനുഷ്യൻ ഇപ്പോൾ ഒരു കള്ളപ്പണം കൊണ്ട് വീട്ടിലെ സമാധാനം വാങ്ങിയവനാണ്. ആ വാരാന്ത്യം ജോസ് വീട്ടിനുള്ളിൽ ചുറ്റി നടന്നു. കടം തീർന്നതിന്റെ ആശ്വാസം മനം നിറഞ്ഞു. കുടുംബം വീണ്ടും ചിരിച്ചു തുടങ്ങി. മക്കളുടെ ശബ്ദം വീടിന് ജീവൻ നൽകി.
എന്നാൽ രാത്രിയാകുമ്പോൾ ആ പഴയ ബാങ്ക് സ്ക്രീനിലെ അക്കൗണ്ട് ബാലൻസ് അവന്റെ കണ്ണിനു മുന്നിൽ തെളിഞ്ഞു നിന്നു. പണം ഒരിക്കലെടുത്താൽ അതിനെ തിരികെ ഇടാനുള്ള ധൈര്യം കുറയുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇനി കുറച്ച് ദിവസങ്ങൾക്കകം ബിസിനസ് വന്ന് കയ്യിൽ പണം വന്നാൽ എല്ലാം നേരെയാക്കാം. പക്ഷേ ബിസിനസ് വീണ്ടും പൊളിഞ്ഞു. മറ്റൊരു പ്രോജക്റ്റ് നഷ്ടത്തിൽ. ജോസ് തിരിച്ചറിഞ്ഞു, ഒരിക്കൽ കുറ്റം ചെയ്തവൻ ഇനി വീണ്ടും ചെയ്യേണ്ടെന്നോ? അവൻ ഇനി വീണ്ടും ചെയ്യേണ്ടി വരും. മാസങ്ങൾ കടന്നു. അവന്റെ താൽക്കാലിക കടം സ്ഥിരമായി മാറി. അവൻ മിതമായി ബാങ്ക് അക്കൗണ്ടുകൾക്കിടയിൽ പണം മാറ്റി കൃത്യമായ രേഖകൾ സൃഷ്ടിച്ചു. ഒരാൾക്ക് സംശയമില്ല, ജോസ് ഇപ്പോഴും ആ മാന്യൻ സർ തന്നെയാണ്. അവന്റെ മനസ്സിൽ 2 ജോസ്മാർ ജീവിക്കുന്നു. ഒരാൾ സത്യസന്ധൻ, മറ്റൊരാൾ സമർത്ഥമായ കള്ളൻ. രണ്ടാമൻ ഓരോ ദിവസവും ആദ്യനെ തിന്നുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം പഴയ സുഹൃത്ത് സുരേഷ് അദ്ദേഹത്തെ കണ്ടു. സുരേഷ് പെട്ടെന്ന് പറഞ്ഞു, ജോസേ, നീ പണത്തിന്റെ വഴി അറിയുന്ന മനുഷ്യനാണ്. എങ്കിൽ ഞാൻ പറയുന്ന ബിസിനസ് കേൾക്കൂ. ട്രാൻസ്പോർട്ട്. പെട്ടെന്ന് പണം കിട്ടും, പേര് പുറത്തു വരില്ല. ജോസ് ആദ്യം ചിരിച്ചു. എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ അടങ്ങിയ ജീവിതം വേണം. സുരേഷ് ചായയുടെ പുക ഉയരുന്ന കപ്പിൽ നോക്കി പറഞ്ഞു, അതുപോലെ പറഞ്ഞവർ എത്ര പേരുണ്ടെന്നറിയാമോ? പണമൊന്ന് കിട്ടിയാൽ അതിന്റെ ഗന്ധം നിനക്ക് വീണ്ടും വേണമാകും. ജോസ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ സുരേഷിന്റെ വാക്കുകൾ മനസ്സിൽ കിടന്നു. പണത്തിന്റെ ഗന്ധം, അതൊരു നശിപ്പിക്കുന്ന ഗന്ധമാണ്. ഒന്ന് ശ്വസിച്ചാൽ മതിയാകും, അതിനുശേഷം അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അടുത്ത ആഴ്ച ജോസ് ഒരു പുതിയ കാറ് വാങ്ങി. അത് വീട്ടിന്റെ മുന്നിൽ തിളങ്ങുമ്പോൾ അയൽവാസികൾ ചിരിച്ചു. ബാങ്കങ്കർക്ക് സമ്പന്നനായി പോയല്ലോ. ജോസ് ബാങ്കിലും ബിസിനസ്സിലും ഒരുപോലെ വിജയി. അവൻ ചിരിച്ചു. ഭാര്യയുടെ മുഖത്ത് അഭിമാനത്തിന്റെ പുഞ്ചിരി. പക്ഷേ അതേസമയം അവന്റെ ഹൃദയം ചൂളയുടെ ചൂട് പോലെ കത്തുന്നു. കള്ളപ്പണത്തിന്റെ ഗന്ധം അവൻ മനസ്സിൽ കേട്ടു. ഒരു രാത്രിയിൽ മഴ പെയ്യുന്നു. അവൻ കയ്യിൽ പഴയ കണക്കു പുസ്തകം. അവിടെ ഓരോ അക്കത്തിന്റെയും പിന്നിലൊരു മറവിയിൽ പറ്റിയ കുറ്റം. അവൻ എഴുതി, പണം എന്നതിനെ ഞാൻ സ്വർണമെന്ന് കരുതി. പക്ഷെ അത് വിലക്കുറഞ്ഞ വിഷമായിരുന്നു. അത് എന്റെ മനസ്സിനെ മയക്കുകയാണ്. മഴയുടെ ശബ്ദം വളരെയേറെ കനത്തു. വീട്ടിന്റെ മതിലുകളിൽ തട്ടുന്ന തുള്ളികൾ അവന്റെ ചിന്തകളെ അടിച്ചൊടിക്കുന്നു. അവൻ അകത്തുനിന്നും തളർന്നുറങ്ങിപ്പോയി. ഒരു ദിവസം അവന്റെ ബാങ്ക് ബ്രാഞ്ചിൽ ഒരു ചെറിയ അന്വേഷണ സംഘമെത്തി, കാണാതായ ഒരു ഫണ്ടിന്റെ കണക്കുകൾ പരിശോധിക്കാൻ. ജോസിന്റെ കൈകളിൽ വിയർപ്പ്. പക്ഷേ സംഘം പോയതിനു ശേഷം മാനേജർ ചിരിച്ചു പറഞ്ഞു, സർ, കണക്കുകളെല്ലാം ക്ലീൻ ആണല്ലോ. നിങ്ങൾ ചെയ്ത രേഖകൾ വളരെ ശുദ്ധം. അവൻ നിശബ്ദമായി ചിരിച്ചു. അതായിരുന്നു അവന്റെ കുറ്റം. അവനെ തന്നോട് വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം. അവൻ വിചാരിച്ചു, ഞാൻ ചെയ്യുന്ന കണക്കുകൾ നിയമം പോലും പിടിക്കാൻ കഴിയില്ല. അന്ന് രാത്രി ജോസ് സുരേഷിന് ഫോൺ ചെയ്തു. നീ പറഞ്ഞ ആ ട്രാൻസ്പോർട്ട് ബിസിനസ്, അതിന്റെ വിവരം തരൂ. ജോസിന്റെ ജീവിതം അതിനുശേഷം ഇനിയൊരിക്കലും പഴയ പോലെ ആയിരുന്നില്ല. അവൻ കള്ളപ്പണത്തിൽ നിന്നും കള്ള വ്യവസായത്തിലേക്കും തന്റെ സ്വന്തം നാശത്തിലേക്കും കടക്കുകയാണ്. മറ്റൊരാൾക്കു സാധാരണമായ ബിസിനസ് ജോസിന്റെ ജീവിതത്തിൽ ഒരു വിഷമരുന്നിന്റെ തുടക്കമായി മാറും. ഇതിൽ ജോസ് ആദ്യമായി മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് കയറുകയും പണത്തിന്റെ ഭ്രമവും ആത്മബോധത്തിന്റെ നിശബ്ദ തകർച്ചയും ഒരുമിച്ച് അനുഭവിക്കുകയും ചെയ്യുന്നു. കഥ ഇവിടെ ഒരു പുതിയ വലുപ്പത്തിലേക്ക് കയറുന്നു. മനുഷ്യന്റെ ഭയം, ലാഭം, ആത്മഹത്യാ, സമാധാനം എന്ന 3 ശക്തികൾ തമ്മിലുള്ള യുദ്ധം. സുരേഷിന്റെ കാറ് കാണുന്നില്ല. മഴവില്ല് മങ്ങിയ ആകാശത്തിന് താഴെ അവന്റെ മനസ്സ് ഓടിക്കൊണ്ടിരുന്നു. അവൻ പോകാൻ പോകുന്ന വഴിക്ക് മടങ്ങി വരാനുള്ള വഴിയില്ല. കാറിന്റെ ലൈറ്റുകൾ അകലെയായി തെളിഞ്ഞു. വെളുത്ത SUV. അത് അടുത്തെത്തിയപ്പോൾ സുരേഷ് വാതിൽ തുറന്ന് ചിരിച്ചു. ജോസേ, ഇന്നാണ് നിന്റെ ജീവിതം മാറാൻ പോകുന്നത്. അവൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാറിൽ കയറി. സുരേഷ് പറഞ്ഞു, ചെറിയ കാര്യമാണിത്. പെട്ടികൾ കൊച്ചി പോർട്ടിൽ നിന്നും എടുക്കണം. അവ നമ്മുടെ വെയർഹൌസിലേക്ക് എത്തിക്കണം. അത്രമാത്രം. പണമെല്ലാം നാളെ നിന്റെ അക്കൗണ്ടിൽ. ജോസ് ചോദിച്ചു, പെട്ടികളിൽ എന്താണ്? സുരേഷ് ചിരിച്ചു. അത് ചോദിക്കേണ്ട. വില കുറഞ്ഞ മരുന്നുകൾ, പക്ഷേ വിദേശത്ത് വിലയേറിയവ. നിനക്ക് ഗുണം മാത്രം. ആ വാക്കുകൾ ജോസിന്റെ മനസ്സിൽ മിന്നൽ പോലെ വീണു. മരുന്നുകൾ, വില കുറഞ്ഞവ. അവൻ മനസ്സിലാക്കി അതിനു പിന്നിൽ എന്താണെന്നത്. പക്ഷെ അവന്റെ കാതുകൾ അത്ര തന്നെ കേട്ടു. മനസ്സിൽ പണത്തിന്റെ ശബ്ദം അതിനേക്കാൾ ശബ്ദം കൂട്ടിയിരുന്നു. ഒരു തവണ മാത്രം,
അവൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ ഞാൻ ഇതിൽ നിന്ന് മാറും. അടുത്ത ദിവസം പുലർച്ചെ 3 മണിക്ക് കാറ് പോർട്ടിലെത്തി. പെട്ടികൾ അടുക്കിയിരിക്കുന്നു. കടൽക്കാറ്റ് മഞ്ഞു മൂടിയതും നനവാർന്നതും. പാസ്ബുക്ക് പോലെ തന്നെ കണക്കുകൾ നോക്കി ഉറപ്പാക്കി. പെട്ടികൾ കാർബൂട്ടിൽ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സൂര്യൻ മങ്ങിയിരുന്നു. മേരി കാപ്പി കൊടുത്തു. അവൻ ചിരിച്ചു. കുടുംബം ആ നാളിൽ കൂടുതൽ സന്തോഷത്തോടെ തോന്നി. കാരണം വീട്ടിൽ കടമില്ലാതെയായി. കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ, പുതിയ കാറ്. പക്ഷെ ജോസിന്റെ ഉള്ളിൽ എന്തോ പൊള്ളിയിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്? അവൻ കണ്ണാടിയിലേക്ക് നോക്കി. മുൻപത്തെ ശുദ്ധമായ മുഖം ഇപ്പോൾ അന്യനായി തോന്നി. കണ്ണിലൊരു കറ. ആ കറ ആരും കാണുന്നില്ല. പണം വന്നു തുടങ്ങി. ഒരു ഷിപ്മെന്റിന് ശേഷം രണ്ടാമത്തേത്, മൂന്നാമത്തേത്. അവൻ ഇനി ബാങ്ക് ഓഫീസർ അല്ല, സമർത്ഥനായ വ്യാപാരി. നാട്ടുകാർ അദ്ദേഹത്തെ ആദരിച്ച് ജോസ് സർ എന്ന് വിളിച്ചു. പട്ടണത്തിലെ റോട്ടറി ക്ലബ് അംഗത്വം, ബിസിനസ് മീറ്റിംഗുകൾ, പാർട്ടികൾ, ജീവിതം സ്വർണ്ണമണിഞ്ഞതായി തോന്നി. പക്ഷെ ആ സ്വർണം വിലക്കുറഞ്ഞതായിരുന്നു. മനസ്സിനുള്ളിൽ ചീഞ്ഞു പോകുന്ന സ്വർണം. ഒരു രാത്രി സുരേഷും അവനും പോർട്ടിൽ നിന്നും മടങ്ങിക്കൊണ്ടിരുന്നു. സുരേഷ് കാർ ഓടിച്ചുകൊണ്ടു പറഞ്ഞു, ജോസേ, നീ ഒരു ഗംഭീര പങ്കാളിയാണ്. പണത്തിന് നീ അറിയുന്ന ബുദ്ധി ഞങ്ങൾക്കില്ല. ജോസ് ശാന്തമായി ചോദിച്ചു, സുരേഷേ, ഈ മരുന്ന് എവിടെ പോകുന്നു? വിദേശത്തേക്ക്. പക്ഷെ അതെന്തിന് നിനക്ക് കാര്യം? നമ്മൾ അതിൽ നിന്ന് ജീവിക്കുന്നു. മറ്റൊരാൾ അതിൽ നിന്ന് മരിക്കുന്നു. അത് ലോകത്തിന്റെ നിയമം തന്നെ. അവന്റെ വാക്കുകൾ ജോസിന്റെ ഹൃദയത്തിൽ കടുത്ത പാളിയിലായി വീണു. അവൻ മിണ്ടാതായി. അന്ന് രാത്രി വീട്ടിലെ മുറിയിൽ അവൻ ഒറ്റയ്ക്കിരിക്കുന്നു. വീട്ടിലെ മതിലുകൾക്കിടയിൽ പണം, സമ്പത്ത്, ആഡംബരം എല്ലാം നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ ശൂന്യം. വാതിൽക്കൽ മഴയൊലി. അവൻ കയ്യിൽ ഒരു പഴയ ബാങ്ക് റെസീറ്റ് എടുത്തു. ജീവിതത്തിന്റെ ആദ്യ കുറ്റത്തിന്റെ രേഖയാണ്. അവൻ അതിൽ വിരൽ വെച്ച് ശാന്തമായി പറഞ്ഞു, ഇത് ഞാൻ തുടങ്ങിയ കച്ചവടത്തിന്റെ അടിസ്ഥാനമാണല്ലോ. ഒരു കള്ളക്കണക്കാണ് എന്റെ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാനം. മഴ പെയ്യുന്നു. ആ ശബ്ദം അവന്റെ ആത്മാവിന്റെ മുറിവുകൾ തൊടുന്നു. ഇത് സ്വർണമല്ല, വിഷമാണെന്ന് എനിക്ക് ഇപ്പോൾ മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. മറുനാൾ രാവിലെയോടെ സുരേഷിന്റെ ഫോൺ കോളുകൾ, പുതിയ ഓർഡറുകൾ, പുതിയ കണക്കുകൾ. ജോസ് ഓരോ തവണയും ചിരിച്ചു മറുപടി കൊടുക്കുന്നു. കുടുംബം സന്തോഷത്തിലാണ്. നാട്ടുകാർ അവനെ മാതൃകയാക്കുന്നു. പക്ഷേ അവന്റെ ഹൃദയം പതിയെ ശൂന്യമായി തീരുന്നു. കുടുംബത്തിന്റെ പുഞ്ചിരിക്കുള്ളിൽ അവൻ കാണുന്നത് തന്റെ നാശത്തിന്റെ വിത്തുകൾ. അവൻക്കറിയില്ല, ഇന്നാണ് അവൻ സമ്പന്നനാകുന്നത്. പക്ഷേ അതേ ദിനം തന്നെ അവന്റെ കുടുംബം മയക്കുമരുന്നിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്ന ആദ്യ ദിനം കൂടിയാണ്. പട്ടണത്തിലെ ഏത് ചടങ്ങായാലും ജോസ് ഇനി മുഖ്യാതിഥിയായിരുന്നു. പൗരാവലി സ്വീകരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫർമാരുടെ ഫ്ലാഷുകൾ അവന്റെ മുഖത്ത് വീഴും. അവൻ ചിരിക്കും. ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ചിരി. പക്ഷേ ആ ചിരിയുടെ അടിയിൽ ഒരാൾ കരയുന്നു. ആരെയും കാണിക്കാത്ത, പക്ഷേ ഓരോ രാത്രിയും അവനെ ഉണർത്തുന്ന മനുഷ്യൻ. അവന്റെ ബാങ്കലാവ് ഇപ്പോൾ പട്ടണത്തിന്റെ അഭിമാനമാണ്. നിലവാരമുള്ള വസ്ത്രങ്ങൾ, പുതിയ കാറുകൾ, വലിയ പെയിന്റിങ്ങുകൾ മതിലുകളിൽ. മുമ്പത്തെ ജോസിനെ ആരും ഓർക്കുന്നില്ല. അവൻ ജോസ് സർ, സ്വർണം പോലെ തിളങ്ങുന്ന പേർ. എന്നാൽ ആ സ്വർണത്തിന് ഒരു വിലക്കുറഞ്ഞ ഗന്ധമുണ്ട്. അതുമാത്രം അവന്റെ മനസ്സിൽ നിറയുന്നു. ഒരു രാത്രിയിൽ ബാംഗ്ലാവിന്റെ വരാന്തയിൽ ജോസ് ഒറ്റയ്ക്കിരുന്നു. വൈൻ ഗ്ലാസ് കയ്യിൽ. മഴ പെയ്യുന്നു. മിന്നലിടിക്കുമ്പോൾ കട്ടിലിന് മുകളിൽ പാളുന്ന വെളിച്ചം അവന്റെ മുഖത്തെ ദുർബലത തെളിയിക്കുന്നു. മേരി ആസൂത്രണം ചെയ്ത ഒരു കുടുംബ ഡിന്നറിനായി താഴേക്ക് വരാൻ പറഞ്ഞപ്പോൾ അവൻ ശബ്ദമുയർത്തി പറഞ്ഞു, എനിക്കിപ്പോൾ സമയമില്ല, മീറ്റിംഗുകളുണ്ട്. അവളുടെ മുഖം മങ്ങിപ്പോയി. അവളുടെ കണ്ണുകളിൽ സംശയത്തിന്റെ ഒരു തിളക്കം. അവൻ ഇത്രയും മാറിപ്പോയി എങ്ങനെ? അവന്റെ മകൻ അനൂപ് ജോസിന്റെ ബിസിനസ്സിൽ അറിയാതെ പങ്കാളിയായി. അനൂപ് ലോകം മുഴുവൻ മറ്റുള്ളവരുടെ വിജയത്തെ സംശയിക്കാനാണ് പഠിച്ചത്. ജോസിന്റെ ബിസിനസ് ഇപ്പോൾ രാജ്യാന്തരമായി. അവന്റെ അക്കൗണ്ടുകളിൽ പണം പെയ്തൊഴുകുന്നു. പക്ഷേ അവന്റെ രാത്രികൾ ശൂന്യം. കുറ്റബോധം അവനെ നിശബ്ദമായി തിന്നു തുടങ്ങുന്നു. ഓരോ സൈറൻ ശബ്ദവും അവന്റെ ഹൃദയം തല്ലും. ഓരോ ന്യൂസ് ഹെഡ്ലൈനും അവനെ ചുടും. അവൻ തന്റെ മനസ്സിൽ 2-3 വാക്കുകൾ നിരന്തരം മുഴങ്ങും. ഞാൻ തിരികെയിടും. ഒരിക്കൽ എല്ലാം അവസാനിപ്പിക്കും. പക്ഷേ ആ ഒരിക്കലും വരുന്നില്ല. ഒരു രാത്രി അവൻ സ്വപ്നത്തിൽ കണ്ടു. പഴയ ബാങ്ക്, കമ്പ്യൂട്ടർ സ്ക്രീനിലെ കണക്ക്, അവന്റെ വിരലുകൾ കീബോർഡിൽ, പാസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന ചുവന്ന അക്കങ്ങൾ. അവൻ വിയർത്തുണർന്നപ്പോൾ മനസ്സിൽ തോന്നി, ഞാൻ ഇപ്പോഴും അതേ കുറ്റത്തിൽ കുടുങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ വലുപ്പം മാത്രമേ മാറിയിട്ടുള്ളൂ. ഒരു നാൾ പുലർച്ചെ ബാംഗ്ലാവിന്റെ പുറത്ത് അവൻ നിൽക്കുമ്പോൾ കാറുകൾ പുറപ്പെടുന്നു.
ജീവനക്കാർ ഓടുന്നു. എല്ലാം വ്യാപാരത്തിന്റെ ശബ്ദം. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ നാണയം എടുത്തു. ബാങ്കിൽ ജോലി ചെയ്ത കാലത്ത് ലഭിച്ച സേവന നിർവഹണ നാണയം. അതിലെഴുതിയിരിക്കുന്നു, സത്യസന്ധതയോടെ സേവനം. ചിരിയിൽ ദാഹവും ദുഃഖവും ചേർന്ന്. പിന്നെ നാണയം നീണ്ടുനോക്കി ആകാശത്തേക്കെറിഞ്ഞു. നാണയം മണ്ണിൽ വീണ ശബ്ദം അത്ര തന്നെ മൃദുവായിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ മുഴങ്ങിയതുപോലെ തോന്നി. അന്ന് വൈകുന്നേരം സുരേഷ് കാറിൽ വന്ന് നിൽക്കുന്നു. ജോസേ, പുതിയ കൺസൈൻമെന്റ് വലിയതാണ്. നീ ഇല്ലാതെ അത് നടക്കില്ല. ജോസ് ശാന്തമായി പറഞ്ഞു. ഞാൻ ഇനി ഇതിൽ നിന്ന് മാറണം സുരേഷേ. സുരേഷ് ചിരിച്ചു, കാപ്പി കുടിച്ചു. മാറാൻ കഴിയുന്നവർ ഒരിക്കൽ പോലും കടന്നു വന്നിട്ടില്ല ജോസേ. നീ ഈ പണത്തിന്റെ രസം തൊട്ടല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. അവന്റെ മനസ്സിൽ വിചാരമുണ്ടായി. സുരേഷ് പറഞ്ഞത് ശരിയാണ്. പണത്തിന്റെ മധുരം ഒരിക്കൽ രുചിച്ചാൽ അതിന്റെ വിഷം പോലും മധുരമായി തോന്നും. അവൻ മഴത്തുള്ളികൾ അവന്റെ കൈകളിൽ വീഴുന്നു. ദൂരത്ത് ആകാശം മിന്നൽ കൊണ്ട് പൊളിഞ്ഞു. അവൻ ശാന്തമായി കണ്ണടച്ചു പറഞ്ഞു, പാപം എപ്പോഴും ശബ്ദമില്ലാതെ വരും. പക്ഷെ അതിന്റെ സമാധാനം മരണം പോലെയാണ്, ശാന്തവും ചൂടില്ലാത്തതും. വർഷങ്ങൾ പിന്നിട്ടു. ജോസ് ഇപ്പോൾ പട്ടണത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തി. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന വ്യാപാരി, ദാനധർമ്മങ്ങൾ നടത്തുന്ന വ്യക്തി. പത്രങ്ങളിൽ അവന്റെ ചിത്രങ്ങൾ, ചടങ്ങുകളിൽ അവന്റെ പ്രസംഗങ്ങൾ. ആരോടും ചായ കുടിച്ചാലും അവൻ പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു, ജീവിതത്തിൽ കഠിനാധ്വാനത്തിന് പകരം ഒന്നുമില്ല. ജനങ്ങൾ അവനെ ആരാധിച്ചു. പക്ഷേ ആ കഠിനാധ്വാനം എന്താണെന്ന് ജോസ് മാത്രം അറിയുന്നു. അവന്റെ ലോകം പുറത്തു തിളങ്ങുന്നു, പക്ഷേ അകത്ത് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിനുള്ളിലെ നിശബ്ദ നാശം. ഭാര്യ മേരി ഏറെ നാളായി അസുഖത്താൽ കിടപ്പിലായിരുന്നു. ഡോക്ടർ പറഞ്ഞു, നാഡി മനോവൈകല്യം, അമിതമായ ഭയം. എന്തോ അകത്തുനിന്ന് തളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു ജോസിന്. അതറിയാം, അത് അവൻ തന്നെയാണ്. അവന്റെ ജീവിതം തന്നെയാണ് അവളെ അകത്തുനിന്ന് തിന്നത്. മരുന്ന് കൊടുക്കുമ്പോൾ അവൾ ചോദിക്കായിരിക്കും, എല്ലാം ചിരിക്കും. തീർച്ചയായും. പക്ഷേ അവന്റെ ചിരിക്കുള്ളിൽ കുത്തുന്ന കുറ്റബോധം അവളേക്കാൾ വലിയ അസുഖമായിരുന്നു. മകൻ അനൂപിന് അസുഖം തുടങ്ങി, ഹൃദയരോഗം. ഡോക്ടർ പറഞ്ഞു, ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവുമാണ് പ്രധാന കാരണം. അവൻ ആശുപത്രി കട്ടിലിൽ കിടക്കുമ്പോൾ ജോസ് അവന്റെ കൈ പിടിച്ചു. അനൂപ് ചോദിച്ചു, അച്ഛാ, നമ്മൾ സത്യത്തിൽ സന്തോഷമുള്ളവരാണോ? അവൻ ഉത്തരം കണ്ടെത്താനായില്ല. ജോസിന്റെ ചെറുമകൾ ദിയ 18 വയസ്സിൽ തന്നെ കോളേജിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ടു. അവൾ മയക്കുമരുന്നിന്റെ അടിമയായി. അവളുടെ കണ്ണുകൾ മങ്ങിയിരുന്നു, ശരീരം നിസ്സഹായം. ജോസ് ആ വാർത്ത കേട്ടപ്പോൾ മനസ്സിൽ ഒരു നിമിഷമെല്ലാം ശൂന്യമായി. ദൈവമേ, ഞാൻ വിറ്റത് ഇതുതന്നെയല്ലേ? ആ രാത്രിയിൽ ജോസ് ബംഗ്ലാവിന്റെ മുകളിലത്തെ മുറിയിലിരുന്നു. മുറിയിലെ മതിലുകളിൽ പതിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ, അവന്റെ ബിസിനസ് ആരംഭിച്ച ദിവസം, അവന്റെ ഭാര്യയുടെ ചിരി, മകന്റെ ബാല്യകാല ചിത്രം, ചെറുമകളുടെ ജന്മദിന കേക്ക്. ഒന്നും അവനെ നോക്കുന്നില്ല. അവയെല്ലാം ശബ്ദമില്ലാതെ ആരോപിക്കുന്നു. പുറത്ത് മഴ പെയ്യുന്നു. അവൻ ബാൽക്കണിയിലിറങ്ങി. കയ്യിൽ പഴയ നാണയം, സത്യസന്ധതയോടെ സേവനം. അവൻ അതിനെ കയ്യിൽ മുറുകെ പിടിച്ചു. താഴെ കാണുന്ന മണ്ണിലേക്ക് നോക്കി പറഞ്ഞു, ഞാൻ ഇത് വിറ്റുവേ, സത്യസന്ധതയെ. പണത്തിന്, സമ്പത്തിന്, മിഥ്യാശാന്തിക്ക് അവന്റെ കണ്ണിൽ നീരൊഴുക്കായി മഴയും കണ്ണീരും ചേർന്നു. ദൂരത്ത് സൈറൺ ശബ്ദം കേട്ടു. പക്ഷേ ഇപ്പോൾ അതൊന്നും അവനെ ഭയപ്പെടുത്തുന്നില്ല. അവൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ പണം എന്റെ രക്തം കുടിച്ചു. ഇപ്പോൾ അത് എന്റെ രക്തത്തെയും മക്കളെയും കറക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ മേരി മരിച്ചു. മകൻ ആശുപത്രിയിൽ കിടക്കുന്നു. ദിയ പുനരധിവാസ കേന്ദ്രത്തിൽ. ജോസ് ഒറ്റയ്ക്കായി വീട്ടിൽ. മുൻപത്തെ ആ ശബ്ദം നിറഞ്ഞ ബംഗ്ലാവ് ഇപ്പോൾ ശൂന്യമാണ്. മാത്രം മഴയും കാറ്റും. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന വാക്കുകൾ, വിലക്കുറഞ്ഞ സ്വർണം. അത് അവന്റെ എഴുത്തിൽ. അവന്റെ ജീവിതത്തിന്റെ അവസാന കുറിപ്പ്. ഞാൻ വിറ്റത് മയക്കുമരുന്നല്ല, എന്റെ വീട്ടിന്റെ ആത്മാവാണ്. അവൻ മുറിയുടെ ജനൽ തുറന്നു. മഴയുടെ തുള്ളികൾ മുഖത്ത് വീഴുമ്പോൾ അവൻ ശാന്തമായി ചിരിച്ചു. ഒരു ദിവസം രാവിലെ അയൽക്കാർ വാതിൽ തുറന്നു. വീട്ടിലെ മതിലിൽ മാത്രം കെട്ടിയിട്ട കുറിപ്പ്, ഞാൻ പണമുണ്ടാക്കി, പക്ഷെ അതിന്റെ വില എനിക്ക് ലഭിച്ചില്ല പട്ടണത്തിൽ. ജോസിന്റെ കഥ ഇനി അഭിമാനത്തിന്റെ കഥയല്ല. ആരും ശബ്ദം കുറച്ച് പറയുന്നൊരു മുന്നറിയിപ്പ് മാത്രം. പണത്തിന് പാത തെറ്റരുത്. ജോസിന്റെ വീട് കാണുന്നില്ലേ? ദൈവത്തിന്റെ ശിക്ഷ എപ്പോഴും മനുഷ്യന്റെ ദുഃഖത്തിലൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പലപ്പോഴും അത് വലിയ ശബ്ദത്തോടെയല്ല, ശാന്തമായ നിശബ്ദതയിലൂടെയാണ്. നമ്മുടെ ഹൃദയം തന്നെ വിധികർത്താവായി മാറുമ്പോൾ.
ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.